ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്നത്തെ കണ്ടന്റ് ഈ പറയുന്ന നോറയുടെ സംഭവമായിരുന്നു. അത് ഇന്നലെ കാണിച്ചു കഴിഞ്ഞാൽ ഇന്നലെ തന്നെ അങ്ങ് തീർന്നു പോകുമല്ലോ. ഇന്നത്തെ ബോറടിപ്പിക്കുന്ന എപ്പിസോഡിന് ഇതെങ്കിലും വേണമല്ലോ. പിന്നെ ഒരു ടാസ്കിന് എക്സ്ട്രാ കൊടുത്തു. ജിൻഡോ ജാസ്മിൻ അടി 3/4 ഭാഗവും കട്ട് ചെയ്തു. എന്നിട്ട് ഈ പറയുന്ന പോലെ ആട്ടംബർഗിൻ്റെ ടാസ്ക് എല്ലാവരും നോമിനേഷനായി എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് വിളിച്ചിരുത്തുന്നു. കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബിഗ് ബോസ് 10 കിലോ മാങ്ങ വരെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരു ടാസ്ക് ചെയ്യണമെന്ന് പറഞ്ഞ് പോയ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന ഒരു എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയത്? എനിക്കങ്ങനെയാണ് തോന്നിയത്. ഈ പറയുന്ന പോലെ ഇന്നലെ നോറയുടെ സംഭവങ്ങൾ അതും കുറേ സാധനങ്ങൾ എപ്പിസോഡിൽ കുറേ സാധനങ്ങൾ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. ഇന്നലെ നോറ അവിടെ ഇരിക്കുന്നതും കുറേ വീട്ടിൽ വന്നിട്ട് കുറേ കാര്യം ഇവരുടെ മുഖത്തടിച്ചാണൊക്കെ പറയുന്നുണ്ട്. ഈ നോറ വന്നതിൽ പട്ടിവില, നോറയ്ക്ക് പട്ടിവില കൊടുക്കുന്ന വീട്ടുകാർ അതൊന്നും കാണിക്കുന്നില്ല. നോറ വന്നത് വേണ്ട, നന്ദന വന്നാൽ മതിയായിരുന്നു, ഇവളെ കൊണ്ടുപോ എന്നൊക്കെ രാജാക്കന്മാർ പറഞ്ഞതൊന്നും ഇല്ല. ജിൻഡോ നോറയെ സപ്പോർട്ട് ചെയ്തതും ഇല്ല. ജിൻഡോ എന്നാലും നോറയെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിരുന്നു, ആ സംഭവം ഇല്ല. നോറയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കൊണ്ട് കുറച്ച് നേരം ഒന്ന് പോസിറ്റീവാക്കി കാണിച്ചുകൊണ്ട് പിന്നെ വീട്ടിനകത്ത് കയറി എന്നിട്ട് ആ സംഭവമേ ഇല്ല. ഒരു നനഞ്ഞ പടക്കം എന്നൊരു ചീഞ്ഞ് ചപ്പി പൊട്ടിപ്പോയ ഒരു പടക്കം പോലെ ആക്കി കളഞ്ഞ്, നശിച്ച ഒരു ലെവലിലാക്കി കളഞ്ഞ് ഈ പറയുന്ന നോറയുടെ സംഭവം. എന്നാലും നമ്മൾ ലൈവിൽ സത്യം പറഞ്ഞാൽ അത് പാളിയതോ അത് തേഞ്ഞൊട്ടിയതോ എന്ത് പരിപാടിയോ ആയിക്കോട്ടെ, പക്ഷേ ഇന്നലെ ഒരു 12:30-1 മണി വരെ കാണാനുള്ള സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഈ പറയുന്ന നോറയുടെ സീക്രട്ട് റൂമും നോറ അവിടെ നിന്ന് വരുന്നതും വീട്ടുകാരോട് സംസാരിക്കുന്നതും വീട്ടുകാർ അവോയ്ഡ് ചെയ്യുന്നതും ഒക്കെ. ഇത് എപ്പിസോഡിൽ വന്നപ്പം ഇതിൻ്റെ മെയിൻ സാധനങ്ങൾ അത് ചില സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ വേറെ പല സാധനങ്ങൾ ഇതിനകത്ത് ഇല്ല. അതൊക്കെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായിരുന്നു. അത് ലൈവ് കണ്ടവർക്ക് അറിയാമായിരിക്കും. പിന്നെ അടുത്ത് ഇന്ന് രണ്ടാമത് വരുന്ന മെയിൻ ഇൻസിഡൻ്റാണ് ഈ ജിൻഡോ ജാസ്മിൻ അടി. നമ്മൾ ലൈവിൽ അത് എത്ര നേരം കണ്ട്. എപ്പിസോഡിൽ അതിൻ്റെ 4-1 അംശം ഇല്ല. പറഞ്ഞു തുടങ്ങുന്ന സ്റ്റാർട്ടിങ് ഇല്ല. പ്രൊമോയിൽ കാണിച്ച ചില സംഭവങ്ങളില്ല. അല്ലേ? നിങ്ങൾക്ക് തോന്നിയില്ലേ? എനിക്ക് തോന്നി. കുറേ സാധനങ്ങൾ കട്ട് ചെയ്തു. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്ന ഒത്തിരി സാധനങ്ങൾ. അതിപ്പോൾ ഒരാളെ സപ്പോർട്ട്, ഇപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് കട്ട് ചെയ്തൊന്നോ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് കട്ട് ചെയ്തൊന്നോ അല്ല, രണ്ടുപേരും പറയുന്ന ഒത്തിരി സാധനങ്ങൾ കട്ട് ചെയ്തു. എന്നിട്ട് കട്ട് ചെയ്യാത്തത് എന്താ? നമ്മുടെ ടാസ്ക്. ഏത് ടാസ്ക്? കപ്പിയും കയറും വലിക്കുന്ന ഒരു ടാസ്ക് ഉണ്ടാകുന്ന ഉരുട്ടിക്കളിക്കുന്ന ഒരു വിലയും ഇല്ലാത്തൊരു ടാസ്ക്, ഒരാവശ്യവും ഇല്ലാതെ ഇപ്പോൾ കൊടുത്തൊരു ടാസ്ക്. ആ ടാസ്ക് കട്ട് ചെയ്യാതെ ലൈവിൽ എന്താണെന്ന് നടന്നത് അതുപോലെ കാണിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ജിൻഡോയുടെ നമ്മുടെ ആ ഒരു കണ്ണാടിയിൽ പോയിട്ട് നേരിട്ട് നിന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ എന്താണ് ഇന്നത്തെ എപ്പിസോഡ്? 2-ാം തീയതി ജൂൺ 2024 ബിഗ് ബോസ് സീസൺ 6ൻ്റെ 86ാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ഫാസ്റ്റ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ പേജ് ഫോളോ ചെയ്യാൻ വേണം. അപ്പോൾ മെയിനായിട്ടൊരു ഇൻസിഡൻറ്റ് പറയാനുള്ളത്, ഇന്ന് ഈ പറയുന്ന ജിൻഡോയും ശ്രീതും ഒക്കെ നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് ഒരു കണ്ണാടി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾ എവിടെ നിന്ന ആളാണ്, ഇപ്പം നിങ്ങൾ എവിടെ എത്തി, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇനി നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും, നിങ്ങൾ എന്തിനാണ് അവിടെ നിൽക്കുന്നത്, നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടാൻ എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഇവർക്ക് കൊടുത്തിരുന്നു. ഇത് സെയിം കണ്ടപ്പോൾ എനിക്ക് ഇത് നല്ലൊരു സംഭവമാണ്. പക്ഷേ ഇത് എനിക്ക് കണ്ടപ്പോൾ ഓർമ്മ വന്നു വെച്ച് കഴിഞ്ഞാൽ തമിഴ് ബിഗ് ബോസ് എല്ലാവരും പറയും, തുടങ്ങി അവനെ തമിഴ് എന്തോന്ന് കണ്ടു കഴിഞ്ഞാലും തമിഴ് ഹിന്ദി ഇത് രണ്ടും തന്നെ പറയുന്നത്. കണ്ട കാര്യം പറഞ്ഞല്ലേ പറ്റൂ. തമിഴിൽ ലാസ്റ്റ് ഡേ ഫിനാലയുടെ അന്ന് ഇവർക്കൊരു പോഡ്കാസ്റ്റ് പോലെ സെറ്റ് ചെയ്ത് ഇവർക്ക് ഓരോരുത്തർക്കും പ്രേക്ഷകരോട് പറയാനുള്ള സാധനങ്ങൾ കറക്റ്റായിട്ട് കാണിച്ചിരുന്നു. അതിൻ്റെ വേറൊരു വെർഷനാണ് ഇവരിന്ന് കാണിച്ചത്, കണ്ണാടി നോക്കി പറയാമെന്ന് പറഞ്ഞിട്ട്. ഈ സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഗെയിം കളിക്കാൻ യൂസ് ചെയ്യാൻ പറ്റിയ സാധനം തന്നെയായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ജിൻഡോ ഇത്തിരി നന്നായിട്ട് അത് യൂസ് ചെയ്തു. കാരണം നമ്മൾ ഒരു നോർമൽ വ്യൂവറായിട്ട് നിന്നുകൊണ്ട് ആ വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ജിൻഡോ എന്തോ ഒരു പാവം, ശ്രീതു എന്തോ ഒരു പാവം, എവിടെ നിന്ന് കയറി വന്ന കഥകളെല്ലാം പറഞ്ഞു. പക്ഷേ ഞാൻ അതിനൊരു ഗെയിം വ്യൂവിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ജിൻഡോ അത് സൂപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ആ സാധനം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒത്തിരി പേര് പറഞ്ഞുകൊണ്ട് ജിൻഡോയുടെ PR ആണെന്ന്. ഉച്ചയ്ക്ക് ജാസ്മിൻ്റെ PR ആയിരുന്നേ, ഇപ്പോൾ ജിൻഡോയുടെ ആയി. അപ്പോൾ അതിനകത്ത് കണ്ണാടി നോക്കിയിട്ട് ജിൻഡോ 1-2 ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നാട്ടുകാർ, എനിക്ക് വിലയൊന്നും തരാതിരുന്ന ആൾക്കാർ, എൻ്റെ ഒരു ഫ്ലക്സ് അന്ന് നാട്ടിലില്ലായിരുന്നു, ഞാനിവിടെ വന്നപ്പോൾ അവർ ഫ്ലക്സ് വെച്ചില്ലേ. ഈ സംഭവമൊക്കെ ജിൻഡോ എങ്ങനെ അറിഞ്ഞ്? വീട്ടുകാർ വന്നപ്പോൾ പറഞ്ഞായിരിക്കും ഫ്ലക്സ് വെച്ചില്ലേ. അപ്പോൾ അവർക്ക് നിൻ്റെ അടുത്ത് ഇഷ്ടമുണ്ട്,
അവർക്ക് നാട്ടുകാർക്ക് നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ്. നിനക്ക് നാട്ടുകാരെ എത്രയും ഇഷ്ടമുണ്ടോ അതിനേക്കാൾ 10 ഇരട്ടി ഇഷ്ടം നാട്ടുകാർക്ക് നിൻ്റെ അടുത്തുണ്ട് എന്നൊക്കെ ജിൻഡോ കണ്ണാടി നോക്കി പറയുന്നുണ്ട്. സംഭവം എന്താണ്? ഒരു ഗെയിം വ്യൂവിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. എന്തിനായിരിക്കും ജിൻഡോ ആ ഡയലോഗ് പറഞ്ഞത്? ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ബിഗ് ബോസിൽ പോയി നിങ്ങളുടെ നാട്ടുകാരെ കുറിച്ച് 4 ഡയലോഗ് അടിച്ചു നോക്ക്, പൊക്കി അടിച്ചു നോക്ക്. എങ്ങോട്ട് ഓട്ട് വീഴും? നമ്മക്കോട്ട് വീഴും. നാട്ടുകാർ, എൻ്റെ നാട്ടുകാർ ഇതുവരെ എനിക്കൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ജിൻഡോ പറയാണ്, എനിക്ക് ഞാൻ നാട്ടുകാരെ സ്നേഹിക്കുന്നതിൻ്റെ 10 ഇരട്ടി അവരിപ്പോൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അവരെന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പം ഓട്ട് കുത്തോ ഇല്ലേ? ജിൻഡോയുടെ നാട്ടുകാർ കുത്തും. നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് നമ്മുടെ നാട്ടുകാർ. നമ്മൾ എത്ര നന്നായാലും പിടിക്കാത്ത ആളുകളായിരിക്കും നമ്മുടെ നാട്. നമ്മളിനി പ്രധാനമന്ത്രിയായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ നമ്മൾ നിൽക്കുവാണോ? ഒരു വിലയും തരത്തില്ല. ഞാനുൾപ്പെടെ നിങ്ങളുൾപ്പെടെ നമ്മൾ അടങ്ങുന്ന സമൂഹത്തിൻ്റെ മലയാളത്തിൻ്റെ ഒരു മലയാള നാടിൻ്റെ ഒരു പ്രത്യേകതയാണത്. ആ സാധനം വെച്ചാണ് ജിൻഡോ ഇന്നൊരു കളി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ജിൻഡോയുടെ ഗെയിം പൊളിക്കുന്നതല്ല, അത് ഒരു 1.5 കളിയായിരുന്നു. ജിൻഡോ പറഞ്ഞ് ഞാൻ ഗെയിം വ്യൂവിലാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ കുറേ പേര് മണ്ട പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് തലമണ്ടയിലോട്ട് കയറാൻ വേണ്ടി. അവ അങ്ങനെ പറഞ്ഞതിനെ വരെ നീ ഗെയിം ആക്കി മാറ്റി, നിൻ്റെ മനസ്സ് അങ്ങനത്തത്. ഞാൻ റിവ്യൂ ചെയ്യാനാണ് പറഞ്ഞത്. ഇവരുടെ മെൻ്റൽ സ്റ്റാറ്റസ് അളക്കാനുള്ള ഐഡിയ അല്ല എൻ്റെ കയ്യിലുള്ളത്, റിവ്യൂ. അപ്പം ഈ സാധനം പറയുമ്പോൾ ഇങ്ങനെ നാട്ടുകാർക്ക് എൻ്റെ അടുത്ത് 10 ഇരട്ടി സ്നേഹമാണ്, എൻ്റെ നാട്ടുകാർ അത്രയ്ക്ക് നല്ലതാണെന്നൊക്കെ പറയുമ്പം ഫോൺ ഇല്ലാത്ത ആൾ അപ്പുറത്ത് തന്നെ ഫോൺ വാങ്ങിച്ചോട്ട് ചെയ്യും. അത് പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു കളിക്കേണ്ടിയിരുന്നത്. ജിൻഡോ കളിച്ചതുപോലെ നമുക്ക് എങ്ങനെ വോട്ട് വീഴ്ത്തണം, ആ സെക്ഷൻ കൊടുത്തിരിക്കുന്നത് വോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇവർ പോയി ആ കണ്ണാടി നോക്കി പറഞ്ഞ ചുമ്മാ അവർക്ക് ആത്മവിശ്വാസം കൂട്ടാനാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. അല്ല, ദിസ് ഇസ് എ ടാസ്ക് ഫോർ ഗെറ്റിംഗ് വോട്ട്സ്. നമ്മുടെ കഴിഞ്ഞ സീസണിൽ നിങ്ങൾക്ക് ഓർമ്മ, നമ്മൾ ഡിബേറ്റ് ടാസ്ക് എന്തിനാണ് കൊടുക്കുന്നത്? ഓരോരുത്തരും വന്ന് പ്രസംഗിച്ച് ഞാൻ എന്തിനും ഇവിടെ നിൽക്കണം, എനിക്ക് എന്തിനും നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടൊരു സെക്ഷൻ കഴിഞ്ഞ സീസണിലും അതിന് മുന്നത്തെ സീസണിലും 2-3 തവണ ഒക്കെ നടന്നിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ്. ഇത് അതിൻ്റെ വേറൊരു വെർഷനാണ്. പക്ഷേ ഇത് ജിൻഡോ സൂപ്പറായിട്ട് കളിച്ചു. ശ്രീതു അങ്ങനെ ഭയങ്കര സംഭവമായിട്ട് കളിച്ചില്ല. ശ്രീതു അതിനകത്ത് അമ്മയറിയാതെ സാധനം വെച്ച് കലക്കി. സീരിയൽ വെച്ച് ജസ്റ്റ് കലക്കി. ഈ സീരിയൽ കാണുന്ന ഫാൻസ് ഈ സാധനം കാണുവാണെങ്കിൽ ശ്രീധുവിന് കുറച്ച് വോട്ട് അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ജിൻഡോ നല്ലപോലെ യൂസ് ചെയ്തു. ഇത് 2 പേരുടേത് മാത്രമേ ഇന്ന് നടന്നുള്ളൂ. ഇനി നാളെ എത്ര പേരുടെ നടക്കുമെന്ന് അറിയത്തില്ല. നാളെ നടക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ സാധനം നിങ്ങൾ ഓർത്ത് വെച്ചോ. ബുദ്ധി ഉണ്ടെങ്കിൽ വോട്ട് വേണമെങ്കിൽ നമ്മൾ പോയി അവിടെ നിന്നിട്ട് ഈ പറഞ്ഞ പോലെ ജിൻഡോ പറഞ്ഞ പോലെ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വോട്ട് വീഴത്തുള്ളൂ. ഇത് വോട്ട് വീഴാൻ വേണ്ടി സംഭവം ചെയ്യുന്നൊരു ടാസ്ക്കാണ്. അപ്പോൾ അവിടെ പോയി നമ്മൾ നിന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഡേ 1 പാത്രം കഴുകി, ഡേ 9 നോമിനേഷനിലുണ്ടായിരുന്നു, അവിടെ നിന്ന് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല മക്കളെ, ഒരു കാര്യമല്ല. ഞാൻ ചോദിക്കട്ടെ, ഡിബേറ്റ് ടാസ്ക് കഴിഞ്ഞ സീസൺ 5ലും 4ലും ഈ പറയുന്ന 6ലും ഒക്കെ കൊടുത്തിരുന്നു. ഈ ഡിബേറ്റ് ടാസ്കിൽ വന്ന് നമ്മളെ പ്രസംഗിച്ചതുകൊണ്ട് നമ്മുടെ വോട്ട് കൂടിയോ? കൂടൂല. നമ്മൾ അതേസമയം ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചൊരു ഇറങ്ങി നോക്ക്. നമുക്ക് എന്തുകൊണ്ടാണ് കരയുമ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് നിന്ന് കരയുമ്പോൾ വോട്ട് വീഴുന്നത്? എന്തുകൊണ്ടാണ്? കരയുന്നത് കാണാൻ വേണ്ടി സഹതാപത്തിന് ആൾക്കാരുണ്ട്. നമ്മൾ രാജാവായി എല്ലാവരെയും അടക്കി ഭരിക്കുമ്പം എന്തുകൊണ്ടാണ് ഈ പറയുന്ന റോബിനും മാരാർക്കും ജിൻഡോയ്ക്കൊക്കെ വോട്ട് വീഴുന്നത്? മനസ്സിലായില്ലേ? അപ്പോൾ അത് വേറെ ലെവല്. എന്തുകൊണ്ടാണ് രജിത് സാറിന് വോട്ട് വീഴുന്നത്? ഒറ്റപ്പെടുത്തുന്നതുകൊണ്ട് ആണോ? അപ്പോൾ പല ലെവലാണ്, ഗെയിമുകൾ പല വ്യൂവിലാണ്. അല്ലാതെ വന്ന് ഞാൻ ഇവിടെ നിന്നു 100 ദിവസം പാത്രം കഴുകി, 80 ദിവസം ഞാൻ കിച്ചണിലായിരുന്നു, അതിനകത്തൊരു 20 ദിവസം കക്കൂസ് കഴുകി എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഈ പറയുന്ന സാധനങ്ങൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, ലവ് സ്ട്രാറ്റജി, രാജാവ് സ്ട്രാറ്റജി, കറച്ചിൽ സ്ട്രാറ്റജി, ഇതെല്ലാം ഓരോ സ്ട്രാറ്റജീസാണ്. ഈവൻ സേഫ് ഗെയിം വരെ ആരുടെയും കണ്ണിൽ പൊടിയിടാതെ അവിടെ നിൽക്കുന്നതും സ്ട്രാറ്റജി തന്നെയാണ്. അപ്പം ആ ലെവലിനനുസരിച്ച് നമുക്ക് വോട്ട് വീഴുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം. അപ്പോൾ എനിക്കിന്ന് ജിൻഡോ അത് ചെയ്തപ്പം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം ഒരാൾക്കെങ്കിലും അതൊന്ന് കളിക്കാൻ, സത്യം പറയാം ഭയങ്കര സന്തോഷം, ഒരാൾക്കെങ്കിലും അത് കളിക്കാൻ അറിയാമല്ലോ. എനിക്കതിൽ നിന്ന് മനസ്സിലായ ലൂപ്പ് ഹോൾ അതാണ്. എൻ്റെ വ്യൂവേഴ്സ് എങ്ങനെ മനസ്സിലാക്കും എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ ജിൻഡോയുടെ നെഗറ്റീവായിട്ട് പറഞ്ഞല്ല, ജിൻഡോ അത് യൂസ് ചെയ്തു. അത് സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സാധനം. കാരണം ഞാൻ ഹിന്ദിയും തമിഴൊക്കെ കാണുന്നുണ്ട്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. ഈ ഭാഗമാണ്. വേറെ ഒന്നും എനിക്കൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയില്ല. ഈ ജാസ്മിൻ ജിൻഡോ വഴക്കൊക്കെ ഞാൻ ലൈവിൽ പറഞ്ഞതാണ്. നോമിനേഷനിലാണ് എല്ലാവരും പോയി മറക്കാതെ പോയി വോട്ട് ചെയ്യണം. മറക്കാതെ പോയി വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ആളുകളെ കുറ്റി തെറിക്കും. സോ വോട്ട് ചെയ്യുക, മാക്സിമം പോയി കളക്ട് ചെയ്യുക. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് മെയിൻ സാധനം, ഈ സാധനം മാത്രമായിരുന്നു എനിക്ക് ഇത്തിരിയെങ്കിലും മെനയുണ്ടെന്ന് തോന്നിയത്. 1 മണിക്കൂർ നിന്നെങ്കിലും ഞാനത് ലൈവിൽ പറഞ്ഞില്ലെങ്കിലും ജിൻഡോയ്ക്ക് ബുദ്ധിയുണ്ട് ജിൻഡോയ്ക്ക്. അപ്പോൾ അടുത്ത
പ്രൊമോ ഇന്ന് രാത്രി വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റുകളായിട്ട് വരാം, വിശേഷങ്ങളായിട്ട് വരാം. നാളെ രാവിലത്തെ ലൈവ് അപ്ഡേറ്റോടെ വരാം. നാളെ ഇനി കണ്ടന്റ് ചാകരയായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.